ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കോഴിച്ചാലിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച രാജേഷ് കുടുംബസഹായ നിധിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. 5 ലക്ഷം രൂപ സമാഹരിക്കാനായിരുന്നു പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇന്നലെ വൈകുന്നേരം വരെ 5,72,220 രൂപ ലഭിച്ചതായി പഞ്ചായത്ത് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാഹരിച്ച തുക അടുത്ത ദിവസം തന്നെ രാജേഷിന്റെ കുടുംബത്തിന് കൈമാറും. കുടുംബസഹായ നിധിയുമായി സഹകരിച്ച എല്ലാവർക്കും പഞ്ചായത്ത് ഭരണസമിതി നന്ദി അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ്, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, ജോളി സണ്ണിപ്പതിയിൽ, ഷൈമ ജനു, BGK ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 1-ാം തീയതി നമ്മുടെ പഞ്ചായത്തിലുണ്ടായ പ്രളയ ദുരന്തത്തെ തുടർന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ രാജേഷിൻ്റെ കുടുംബത്തിന് ഒരു കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച രാജേഷ് കുടുംബസഹായ നിധി അതിൻ്റെ അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ച സന്നദ്ധ പ്രവർത്തകർ, വ്യക്തികൾ, സംഘടനകൾ, നാട്ടുകാർ എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ അറിയിക്കുകയാണ്. ഈ ഉദ്യമത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായ പ്രകാരവും അതോടൊപ്പം തന്നെ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. 5 ലക്ഷം രൂപ സമാഹരിക്കുക എന്ന ഒരു ടാർഗറ്റായിരുന്നു ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. എങ്കിലും 10-ാം തീയതി തുടങ്ങി 20-ാം തീയതി വരെയുള്ള ആ ദിവസങ്ങളിൽ 5,72,220 രൂപ സമാഹരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഈ അവസരത്തിൽ നമ്മൾ ആ കുടുംബത്തോട് കാണിക്കുന്ന നമ്മുടെ സഹായത്തിൻ്റെ വലിപ്പത്തിലല്ല, ഞങ്ങളെ സഹായിച്ച എല്ലാവരും ആ കുടുംബത്തിനെ താങ്ങി നിർത്തുക, അല്ലെങ്കിൽ അവരൊരു ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവരെ ഒന്ന് കരുതലോടെ കൂടെ നിർത്തുക എന്നുള്ളൊരു ദൗത്യവുമായിട്ടാണ് ഞങ്ങളോട് എല്ലാവരും സഹകരിച്ചത്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഈ മാസം 1-ാം തീയതി നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ ഇത്ര വലിയൊരു പ്രളയവും വെള്ളപ്പൊക്കമൊക്കെ ആദ്യമായിട്ടാണ് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ തുടക്കത്തിൽ നമ്മളെല്ലാം വളരെ ആശങ്കയോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു. 3ഓളം ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നു, നിരവധിയായ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു, നിരവധിയായ വീടുകളും അതുപോലെ റോഡുകളും വലിയ നാശനഷ്ടമാണ് പഞ്ചായത്തിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് തിരുവനന്തപുരം സ്വദേശിയായ ശ്രീ രാജേഷിനെ നമുക്ക് ചെറുപുഴയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് വലിയ ഒരുപാട് പ്രയത്നങ്ങൾ വേണ്ടി വന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പിന്നിട്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയിലും അതുപോലെ സന്നദ്ധ സംഘടനകളിലൊക്കെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് രാജേഷിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടും അവിടുത്തെ പഞ്ചായത്തുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു കുടുംബസഹായ നിധി നമ്മൾ രൂപീകരിക്കുകയും 5 ലക്ഷം രൂപയോളം നമ്മൾ ഒരു ടാർഗറ്റ് വെച്ച് ഒരു 10 ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് ഇറങ്ങിയത്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് 5,72,220 രൂപയാണ് നമുക്ക് നിലവിൽ ആ കുടുംബത്തിന് കൊടുക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ആ ഗ്രൂപ്പിൽ ഇനി ആരും അക്കൗണ്ടിലോട്ട് പൈസ ഇടണ്ട എന്ന് അറിയിച്ചിട്ടുമുണ്ട്. നമുക്ക് ഒരു ചെക്ക് കൂടെ കളക്ഷൻ കൊടുത്ത ചെക്കിൽ ഒരു 15,000 രൂപയും കൂടെ അതിനകത്ത് അക്കൗണ്ടിലോട്ട് വരേണ്ടതുണ്ട്. അതിനോട് കൂട്ടിയിട്ടാണ് 5,72,220 രൂപ നമുക്ക് ആ കുടുംബത്തിനെ സഹായിക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് മറ്റൊരു വെല്ലുവിളി മുമ്പിലുണ്ടായിരുന്നത് ഒരു സ്പെഷ്യൽ പാക്കേജ്, ഈ സ്ഥലവും വീടും ഒരുപാട് വീടുകളും അടക്കം നഷ്ടപ്പെട്ട ജനവിഭാഗത്തിന് ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണം എന്ന് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും എല്ലാം നമ്മൾ നേരിട്ട് കാണുകയും നിവേദനം കൊടുക്കുകയും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട്. വില്ലേജ് ഓഫീസും കൃഷി ഓഫീസറെയും അതുപോലെ തഹസീൽദാരെയും ജില്ലാ കളക്ടറെയും അടക്കം അതിൻ്റെ അടിയന്തരമായ റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് കളക്ടറെ നേരിട്ട് പോയി കണ്ട് അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന് ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനു പുറമെ
പ്രളയബാധിത പ്രദേശങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ നേരിട്ടുള്ള ഏകോപനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നേടിയത് കൂടാതെ സ്വന്തം നിലയിൽ കൃത്യമായ നാശനഷ്ടങ്ങൾ കണക്കാക്കിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. വരുന്ന ആഴ്ച ഓണം കഴിഞ്ഞതിൻ്റെ ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഉള്ള ആ റിപ്പോർട്ടൂടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നേരിട്ട് കൊടുക്കും. ഏതായാലും അതുകൂടെ നമുക്ക് ചെറുപുഴ പഞ്ചായത്തിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ എത്തും എന്ന് 100% പ്രതീക്ഷയുണ്ട്. അതുകൂടെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ കർഷകർക്കും ദുരിതം അനുഭവിക്കുന്ന ഏതാനും വാർഡുകളിലെ ജനങ്ങൾക്കും വലിയൊരു ആശ്വാസമാകുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ശക്തമായ ഇടപെട്ടതിന്റെ ഫലമായിട്ടാണ് ഉരുൾപൊട്ടൽ അപകടത്തിലുണ്ടായ ശ്രീ സണ്ണിച്ചേട്ടൻ അദ്ദേഹത്തിന്റെ 10 ലക്ഷം രൂപയോളമാണ് മിംസിൽ അദ്ദേഹത്തിന് ബില്ല് വന്നത്. 1 രൂപ പോലും നമുക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അവിടെ അടയ്ക്കേണ്ടി വന്നിട്ടില്ല. ഇവിടുന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും എല്ലാം ശക്തമായ ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് ആ മുഴുവൻ തുകയും സർക്കാർ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയുണ്ടായി. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഏകോപിപ്പിച്ച് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. അതിനേക്കാൾ ഉപരി ഞങ്ങളിപ്പോൾ അടുത്ത ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു സ്പെഷ്യൽ പാക്കേജിന് വേണ്ടിയാണ്. എൻ്റെ ജില്ലാ കളക്ടർ റിപ്പോർട്ട് പോയിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി നേരിട്ട് ഇനി തിരുവനന്തപുരത്ത് പോയിട്ട് റിപ്പോർട്ട് കൈമാറി അതും കൂടെയുള്ള ശ്രമം നടത്തുമെന്ന് അറിയിക്കാം. പാക്കേജ് ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർ രീതിയിലൊരു പാക്കേജ് പോയിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർമാരുടെ വലിയൊരു ആക്ച്വൽ കണക്കെടുത്തിട്ടുണ്ട്. ഒരു 25 കോടി രൂപയിലധികം വരുന്ന ഒരു തുക വേണമെന്നാണ് പഞ്ചായത്ത് മെമ്പർമാർ നമ്മൾ കണക്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ കണക്ക് വെച്ച് നോക്കുമ്പം ഒരുപാട് കോടികളുണ്ട്. അതായത് 100 കോടിക്ക് മേലെ, അത് ഭൂമിയുടെ വില അടക്കമുള്ള കണക്ക് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി ഉദാഹരണത്തിന് 10 ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ട ഒരാൾക്ക് ആ 10 ഏക്കറിന്റെ വില കണക്കാക്കിയിട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 100-150 കോടി രൂപ അടുത്ത് അതിന്റെ കൃത്യം കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും സ്വാഭാവികമായിട്ടും സ്ഥലത്തിന്റെ വിലയൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന്റെ ഒരു 4-1 ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു പാക്കേജാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ രാജേഷിന്റെ കുടുംബസഹായ നിധിയിലോട്ട് നമ്മൾ ഇത്തരമൊരു സഹായനിധി രൂപീകരിച്ചപ്പോൾ ചില കോണുകളിൽ നിന്നെങ്കിലും അതിനൊരു അസ്വാരസ്യമൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഈ നാട്ടിലെ ജനങ്ങളും മാധ്യമപ്രവർത്തകരും സന്നദ്ധ സംഘടനകളൊക്കെ ഇരു കൈ നീട്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നതിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ നന്ദിയും ഹൃദയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പാണ് ആദ്യഘട്ടത്തിൽ ഫയലിലൊക്കെ ശരിയാക്കിയത്. അങ്ങനെ വന്ന ഫയൽ കൊണ്ട് വന്ന റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ പഞ്ചായത്തിലെ ജീവനക്കാരെ അപമര്യാദയിൽ പറയുന്നത് കലക്ടർ പരാതിയുണ്ട്. അത് തുടക്കത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം വീടിന്റെ അതായത് 3 ഭാഗങ്ങളിലാണ് എൻ്റെ നഷ്ടപരിഹാര തുക ഉണ്ടായിരുന്നത്. ഒന്ന് വീടിന്റെ, ഒന്ന് കൃഷിയുടെ, ഒന്ന് വീട് വെള്ളപ്പൊക്കമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് ആരൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കേണ്ടതെന്ന് തുടക്കത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൃഷിനാശം സംഭവിച്ചോ വീട് വെള്ളം കയറിയതോ ഒക്കെ ആയിട്ട് ഫയലുകൾ പഞ്ചായത്തിൽ എടുക്കേണ്ടതില്ല എന്ന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ടപ്പോൾ അത് നേരിട്ട് വില്ലേജ് ഓഫീസിൽ തന്നെ കൈകാര്യം ചെയ്താൽ മതി എന്നൊരു തഹസിൽദാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അതിന് വ്യക്തത വന്നത്. ആദ്യം വില്ലേജ് ഓഫീസർ അതിന്റെ മുഴുവൻ ഫയലുകളും പഞ്ചായത്തിലോട്ട് എത്തിച്ചപ്പോൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ അതിന്റെ ഒരു ആശങ്ക നിലനിന്നിരുന്നു. പക്ഷെ അത് അന്നേരം തന്നെ അത് ക്ലിയർ ചെയ്തിരുന്നു. അത് അന്നേരം തന്നെ കളക്ടറെ വിളിച്ച് ക്ലിയർ ചെയ്തു. നമ്മൾ അതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് കമ്പിപ്പാലവും താഴ്ന്ന റോഡുകളുടെ മുഴുവനും എസ്റ്റിമേറ്റ് പാക്കേജിൽ ഉൾപ്പെടുത്തി നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ പൊതുമരാമത്തുമായിട്ട് ബന്ധപ്പെട്ട പാലങ്ങളും റോഡുകളെല്ലാം ഞങ്ങൾ സെപ്പറേറ്റ് മുഖ്യമന്ത്രി കൂടാതെ വകുപ്പ് മന്ത്രിമാർക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും കൊടുക്കാൻ വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പാരമ്പര്യം പോലെ അമൂല്യമായ മറ്റൊന്നില്ല. ഹൃദയബന്ധങ്ങൾ തൊട്ടറിഞ്ഞ സ്വർണ്ണാഭരണ ശ്രേണി നവരത്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്. 4 നൂറ്റാണ്ടിന്റെ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും വിശാലമായ ഷോറൂം. മലയോരത്തിന്റെ മനം തൊട്ടറിഞ്ഞ സുവർണ പാരമ്പര്യം ഇനി ചെറുപുഴയിലും.
നവരത്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ആലക്കോട്, ചെറുപുഴ.